എൻ്റെ പേര് ഷാൻഡി. ഞാൻ മലപ്പുറം ജില്ലയിലെ മാലാപ്പറമ്പ് ഇടവകയിൽ നിന്നും വരുന്നു. 2021 നവംബർ 11 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാനിവിടെ ഒരു പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇതെൻ്റെ മകൻ ഡോൺ. അവന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മോൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മോൻ്റെ പപ്പ മരിച്ചു പോയിരുന്നു. മോള് CA കഴിഞ്ഞ് പുറത്ത് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോന് ഡിഗ്രി കഴിഞ്ഞിട്ട് അവനെ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് വിട്ടു. അവന് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡായിരുന്നു. എങ്കിലും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായത് കാരണം നിർബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്യിച്ചു. ഡിഗ്രി കഴിഞ്ഞ് അത് ചെയ്തു. ബാങ്ക് ടെസ്റ്റ് എഴുതിയെങ്കിലും അവന് പാസ്സാവുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ എൻ്റെ ഒപ്പം ഇരുന്നു. പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഫേമിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഇവൻ്റെ കരിയർ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാതെ ആകെ വിഷമിച്ചു. ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ ഒരു 4 നമ്പറും 4 ആൽഫബറ്റ്സും എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, മോളിതെല്ലൊന്ന് തൊടാൻ പറഞ്ഞു. ഞാൻ തൊട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബാങ്കിങ് സ്റ്റിക്ക് ഓൺ ചെയ്തോ, ജോലി കിട്ടും എന്ന് പറഞ്ഞു. അതും പ്രകാരം ഇതിൻ്റെ PG കോഴ്സിന്, ബാങ്കിങ്ങിൻ്റെ PG കോഴ്സിന് മോനെ ഞാൻ ബാംഗ്ലൂർക്ക് വിട്ടു. അവിടുന്ന് ആ കോഴ്സ് പാസ്സായി. മോന് ജോബ് ലഭിച്ചു. അത് ചെന്നൈയിലായിരുന്നു പോസ്റ്റിംഗ് ലഭിച്ചത്. അവിടുന്ന് ഒരു ട്രാൻസ്ഫറിന് വേണ്ടി, മോൻ അവിടെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അവനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഒരു കസിനുമായിട്ട് ഇവിടെ വന്ന് ഇടയ്ക്ക് ചില മാസങ്ങളിലെല്ലാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടുന്ന് ഞാൻ പേപ്പർ മേടിച്ചുകൊണ്ട് മോന് സെൻഡ് ചെയ്ത് കൊടുക്കും. അവനത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച്, മോനെ നന്നായി പ്രാർത്ഥിച്ചു, നിനക്ക് ട്രാൻസ്ഫർ മാതാവ് തരും, മാതാവ് തന്ന ജോലിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 18 ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നപ്പം രാത്രിക്ക് മോൻ എന്നെ വിളിച്ചപ്പോൾ, അമ്മേ ഒരു അത്ഭുതമുണ്ട്, എനിക്ക് ട്രാൻസ്ഫർ എറണാകുളത്തേക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവൻ എറണാകുളത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2023 ജപമാല റാലിയിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് തനിയെ വരാനും പോകാനൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പം എനിക്കറിയാമായിരുന്നു എനിക്ക് സംബന്ധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഈശോ സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ജപമാല റാലിയുടെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജപമാല റാലിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചു. പിന്നെ എനിക്ക് ആമവാദമുണ്ടായിരുന്നു. എനിക്ക് വിരലുകൾക്കും കാലുകൾക്കും കഴുത്തിനും എല്ലാം നല്ല വേദന, കണ്ണുകൾക്ക് വരെ വേദനയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ മാറുന്നതായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി കരഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു, ലാബിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് 70-നും 80-നും മുകളിലുണ്ടായിരുന്ന ആമവാദത്തിൻ്റെ പെർസെൻറ്റേജ് 26-ലോട്ടെത്തി. അതുപോലെ എൻ്റെ വീടിൻ്റെ ചാവി ബസ്സിൽ കളഞ്ഞുപോയി. അതെനിക്ക് അത്ഭുതകരമായിട്ട് തന്നെ തിരിച്ചു കിട്ടി. ഒരു തരത്തിലും കിട്ടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു, പക്ഷേ അതെനിക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, എല്ലാ മേഖലകളിലും ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് കൊടുക്കുക, വസ്ത്രങ്ങൾ കൊടുക്കുക, സംഘടനകൾക്ക് പൈസ കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മോളെ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ, മോള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഓസ്ട്രേലിയയിലാണ്. മോള് ഞാൻ പറഞ്ഞ ഉടനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ നല്ല എമൗണ്ട് തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ മോനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പേപ്പർ മേടിച്ച് എല്ലാ മേഖലകളിലും കൊടുക്കും. എനിക്കൊരു നാണവും ഇല്ല, ഒരു ചമ്മലുമില്ല കൊടുക്കുന്നതിന്. ബാഗ് കയ്യിലുള്ളവരുടെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത്. കളയരുതെന്ന് പ്രത്യേകം പറയും. വായിക്കണം, വായിച്ചിട്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താലും കീറി കളയരുത്, നശിപ്പിച്ച് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. ചിലർ റിജക്റ്റ് ചെയ്താലും എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. ഞാനത് തിരിച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കും. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എനിക്ക് കുറച്ച് ദൂരം നടന്നൊക്കെ പോകണം. ഞാനെന്നാലും എല്ലാ ദിവസവും തന്നെ പോകും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ജപമാലയൊന്നും മുടക്കാറില്ല. സ്റ്റാറ്റസ്, ടെസ്റ്റ് മണീസ് എല്ലാം സ്റ്റാറ്റസ് ഇടും. ഡെയിലി ബ്രെഡ്, ഉടമ്പടി ആരാധനകളെല്ലാം സ്റ്റാറ്റസ് ഇടും. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പേപ്പർ വാങ്ങി അയച്ചു കൊടുക്കും. അവളൊരു ഹിന്ദുവാണ്, നായർ കുട്ടിയാണ്. അവൾക്ക് ശരിക്കും വിശ്വാസ പ്രമാണമൊക്കെ നന്നായിട്ട് അറിയാം. അവൾക്കും ദൈവമാതാവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് പറയാറുണ്ട്. നിൻ്റെ മാതാവിനോട് നീ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇത്രയുമാണ് എൻ്റെ കാര്യങ്ങൾ.
ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.